ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് നിലത്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ ഈ ഫൈറ്റിങ്ങിന്റെ ഇടയിൽ ചിലപ്പോൾ നിലത്ത് വീണു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണെന്നുള്ളത് സ്പോർട്സിലേക്ക് പോകുന്ന ആൾക്കാരുടെ അത്യാവശ്യം എല്ലാം ഫൈറ്റിങ് സെൽഫ് ഡിഫൻസ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നിലത്ത് വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചാടി എത്രയും വേഗം ചാടി എഴുന്നേൽക്കുന്ന ഒരു മെത്തേഡാണ് ഹിപ്പ് അപ്പ് എന്ന് പറയുന്നത്. ഹിപ്പ് അപ്പ് അത് ബൈ നമ്പറിലാണ് ആദ്യം പഠിപ്പിക്കുക. നമ്മൾ കാലിങ്ങനെ പുറകോട്ട് കൊണ്ടുവന്നിട്ട് അടിച്ച് എഴുന്നേൽക്കുന്ന ഒരു മെത്തേഡാണ് ഹിപ്പ് അപ്പ്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പഠിക്കുന്നത് ബൈ നമ്പർ, അതായത് ഘട്ടം ഘട്ടമായിട്ട് പഠിക്കുക. ആദ്യം കാല് മടക്കി റോൾ ചെയ്യാൻ പഠിക്കുക, അതിനുശേഷം കാല് മടക്കി കാല് മോളോട് തെറിപ്പിക്കുക. അതിനുശേഷമാണ് മൂന്നാമതാണ് കാല് പുറകോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കൈ കുത്താതെ, കൈ ബാക്കി കുത്തി, ചിലപ്പോൾ ആദ്യം കൈ കുത്തിപ്പോവും, കുഴപ്പമില്ല, കൈ ബാക്കി കുത്താതെ ചാടി എഴുന്നേറ്റ് വരണം. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൂന്നാള് എല്ലാവർക്കും മനസ്സിലായോ? കിപ്പ് അപ്പ്, കിപ്പ് അപ്പ് എന്നാണ് അതിന്റെ പേര്. അതായത് നിലത്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നത്. അതുപോലെ നമ്മൾ ജമ്പിങ് പുഷപ്പ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ കൂടെ ഈ കിപ്പ് അപ്പ് ചെയ്ത് നമ്മളെ പെർഫോമൻസ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും MFAയിലെ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും, മനസ്സ് മതി. പക്ഷെ അതോടൊപ്പം നമ്മൾ ശരീരം ശ്രദ്ധിക്കണം, നമുക്ക് പവർ വേണം. നിങ്ങൾ രാത്രി ഉറങ്ങണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം, നമ്മൾ എപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ഈ കിപ്പ് അപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഒന്നുകൂടി നോക്കാം.